അല്ല ഇൻറ്റീരിയറുകാർ പറഞ്ഞു ചേട്ടാ അതെടുത്തോളാൻ പറഞ്ഞ് അവരൊക്കെ പിടിച്ച് ചെയ്തിട്ട് പോവും. പിന്നെ അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. എൻ്റെ പ്രശ്നമാകാറുണ്ട്. അത് പലയിടത്തും എനിക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോറിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ബലം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന് ഇൻസൈഡ് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അത് ചുമ്മാ ഷൈനിങ് മാത്രമല്ല, അതൊരു സോപ്പ് വധ കൂടിയാണ്. സോപ്പ് പിന്നെ ഏത് പാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളത്, അത് അലുമിനിയം പാത്രം, കോപ്പർ പാത്രം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ചേട്ടാ, അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്നോട് ചെയ്തോന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ചില മോഡലിലെ മോട്ടറുകൾ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അതുപോലെ തന്നെ പുറകിലത്തെ പൈപ്പ് എത്ര ഹൈറ്റ് വരെ പൊക്കാം എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കൊരു 1000 കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രീ സ്റ്റാൻഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ സിൽവർ കളർ എടുക്കാൻ നോക്കുക. അതായത് ഇപ്പൊ 12 പ്ലേ സെറ്റിംഗ് ഉള്ള മെഷീൻ എടുക്കുമ്പോൾ എല്ലാവരും ഇതിനകത്ത് 12 പാത്രം വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല അത് സംഭവം. പ്രീമിയം പ്രോഡക്റ്റുകളിലും ഈ ഒരു കുതിരത്തലയാണ്. ഈ കുതിരത്തല ഉണ്ടെങ്കിൽ കാഫിന്റെ പ്രീമിയം പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിന് ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. മിക്കവാറും പുതിയ വീട് പണിയുമ്പോഴത്തേക്കിന് ഈ ഡിഷ് വാഷ് ഒരു വലിയ ഇഷ്യൂ ആണ് എല്ലാവർക്കും. അപ്പം മിക്കവാറും ആൾക്കാർ എന്നെ വിളിക്കുമ്പം മെസ്സേജ് ഇട്ടാണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്, ചേട്ടാ ഡിഷ് വാഷ് നമുക്ക് ഏതെടുക്കുന്നതാണ് നല്ലത്, ബിൽറ്റിൻ ആണോ ഫ്രീ സ്റ്റാൻഡിങ് ആണോ, ഏതിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു റിവ്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്, കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുള്ളത്, അത് ബ്രാൻഡ് ഒന്നും ഞാൻ എല്ലാത്തിലും പറയില്ല. നിങ്ങൾ ബ്രാൻഡിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാനാണെങ്കിൽ വരും. പിന്നെ ഹൈ ബ്രാൻഡിലേക്ക് പോകുമ്പം സ്പെയർ കോസ്റ്റും അത്രയും തന്നെ വരും. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബെൻസ് കാറിൻ്റെ സ്പെയർ കോസ്റ്റ് അല്ല സാധാരണ ഒരു കാറിന് വരുന്നത്. അപ്പം അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഒരു ഹൈ എൻഡ് ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അത്രയും തന്നെ കോസ്റ്റും വരും. അപ്പോൾ അത് താങ്ങാൻ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകാം. ഇനി അതല്ല അത്രയും കോസ്റ്റ് ഒന്നും വരരുത്, എന്നാൽ ഒരു അത്യാവശ്യം പ്രീമിയം ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു കസ്റ്റമറൊക്കെയാണ് ഒരു മിഡ് റേഞ്ച് ബ്രാൻഡിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, എപ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് റേഷ്യോ കുറവുള്ളത് നമുക്ക് ഫ്രീ സ്റ്റാൻഡിങ് ഡിഷ് വാഷറുകൾക്കാണ് കംപ്ലൈൻറ്റ് റേഷ്യോ കുറവ്. അത് ഫ്രിഡ്ജ് ആയാലും കംപ്ലൈൻറ്റ് റേഷ്യോ കുറവ് നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഫ്രീ സ്റ്റാൻഡിങ്ങിനായിരിക്കും എപ്പോഴും കുറവ്. ബിൽറ്റിന് എപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. ഫ്രിഡ്ജിന് കംപ്ലൈൻറ്റ് വരാൻ വേറെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഫ്രിഡ്ജ്, നോർമൽ ഫ്രിഡ്ജും ബിൽറ്റിൻ ഫ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം, പ്രൈസ് ഡിഫറൻസും എല്ലാം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഡിഷ് വാഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിഷ് വാഷർ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലിക്കാടെയാണെന്ന് തോന്നുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഡിഷ് വാഷറാണ്. നമ്മളിവിടെ കൊടുക്കുമ്പോൾ പോലും നമ്മൾ 5 ഇയർ ഫുൾ വാറണ്ടിയും ഒക്കെ കൊടുക്കാറുണ്ട്. പുറത്ത് 1 ഇയർ ഫുൾ വാറണ്ടിയാണ്. പ്രോഡക്റ്റ് വാറണ്ടി 1 ഇയർ എല്ലാത്തിനും കിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഇപ്പം മോട്ടറിന് വാറണ്ടി കൊടുക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ ഫ്രിഡ്ജിന് എന്ന് പറഞ്ഞ പോലെയൊക്കെ കിട്ടാറുള്ളൂ. ഈ സാധാരണ പ്രൊഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത് എല്ലാം 1 ഇയർ ആയിരിക്കും മിക്കവാറും. നമ്മളാണ് ഈ 5 ഇയർ ഫുള്ള് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇവിടെ അറിയാമല്ലോ, ചിമ്മിനിയൊക്കെ എടുക്കുമ്പോഴും അതുപോലെയൊക്കെ തന്നെയല്ലേ, അടുപ്പെടുക്കുമ്പോഴും ഒക്കെ എപ്പോഴും വാറണ്ടി, ഹ്യൂജ് വാറണ്ടി ആയിരിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ടെക്നീഷ്യന്മാരായതുകൊണ്ട് നമുക്ക് സ്പെയർ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ല വേറെ ഒന്നുമല്ല. അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് റേഷ്യോ കുറവുള്ളതും, അത് ഏത് ബ്രാൻഡിലേക്ക് പോയാലും നിങ്ങൾ എപ്പോഴും ഫ്രീ സ്റ്റാൻഡിങ് ആയിരിക്കും നല്ലത്. നിങ്ങൾക്ക് ബിൽറ്റിൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കവറിനകത്തേക്ക് ഈ ഫ്രീ സ്റ്റാൻഡിങ് കയറത്തക്ക രീതിയിൽ ആ കവർ ഡിസൈൻ ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ്ങും ബിൽറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബിൽറ്റിൻ ഡിഷ് വാഷറുകൾക്ക് എപ്പോഴും പുറത്തെ പാനൽ നമ്മുടെ ഇന്റീരിയറിന്റെ സെയിം ഡിസൈൻ വരും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഫ്രീ സ്റ്റാൻഡിങ്ങിന്റെ ഇപ്പോൾ ഒരു ബോർഡ് പോയി, PCB പോയി, അത് ഫ്രീ സ്റ്റാൻഡിങ്ങിനെക്കാളും കൂടുതൽ വിലയായിരിക്കും ബിൽറ്റിനിലേക്ക് പോകുമ്പോൾ. അപ്പം അങ്ങനെ എല്ലാ സാധനത്തിനും അങ്ങനെ വ്യത്യാസമുണ്ട്, വില കൂടുതലായിരിക്കും. പിന്നെ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടുതലുള്ളതും അത് തന്നെയായിരിക്കും. അപ്പം എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്, ആ ക്വസ്റ്റ്യന് പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ എപ്പോഴും പറ്റിയാൽ മാക്സിമം ഫ്രീ സ്റ്റാൻഡിങ്ങിലേക്ക് പോവുക, എന്നിട്ട് അത് ബിൽറ്റിൻ പോലെ ഡിസൈൻ ചെയ്യും. അത് ബെറ്റർ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ബിൽറ്റിനിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ അത് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പോകാം കേട്ടോ, പോകാൻ മേലാഴിയൊന്നുമില്ല, പോകണമെങ്കിൽ പോകാം. പക്ഷെ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കണം പോകുന്നതെന്ന് മാത്രം. ഡിഷ് വാഷ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അത് കാഫിൻ്റെ ബ്രാൻഡാണ്. കാഫിൻ്റെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ഡിഷ് വാഷറാണ്. ഏകദേശം 49,000 രൂപയോളം വില വരുന്ന, MRP ആണ് കേട്ടോ പറയുന്നത്, 49,000 രൂപ വില വരുന്ന ഡിഷ് വാഷറാണ്. നെഗോഷ്യബിൾ പ്രൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ ആണ്, ഓരോ ഷോപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഓരോ എന്താ പറയുന്നത്, ഓൺലൈനിൽ
എടുക്കണ്ട, പോകണ്ട. ഏത് ബ്രാൻഡായാലും കണക്കാണ്. അപ്പം ഓഫ്ലൈനിൽ ഞാൻ ഓഫ്ലൈൻ്റെ കാര്യമാണ്. പിന്നെന്താ, ഇതാണ്. അപ്പോൾ ഒരു പ്രീമിയം ഡിഷ് വാഷറും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡിഷ് വാഷിനെ കുറിച്ച് വേറൊരു കാര്യം ചോദിക്കുന്നത് പറഞ്ഞാൽ പ്ലേറ്റ് സെറ്റിങ്. അത് പ്ലേറ്റ് സെറ്റിംഗ് എന്ന് പറയും ചിലർ, അല്ലെങ്കിൽ പ്ലേസ് സെറ്റിംഗ് എന്ന് പറയും. അത് ഓരോ കമ്പനിയും ഓരോ രീതിയിലായിരുന്നു. ഇത് രണ്ടും സെയിം ആണ് വരുന്നത്. അപ്പൊ ഈ പ്ലേറ്റ് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇപ്പൊ 12 പ്ലേറ്റ് സെറ്റിംഗ് ഉള്ള മെഷീൻ എടുക്കുമ്പോൾ എല്ലാവരും വിചാരം ഇതിനകത്ത് 12 പാത്രം വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല അത് സംഭവം. 12 രീതിയിൽ വെക്കാൻ പറ്റുമെന്നല്ല, അല്ലാതെ 12 പാത്രം വെക്കാൻ പറ്റുന്നില്ല. 12 രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് 14 വരും, 12 ഒക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു മിനിമം ഇതിൽ വരുന്ന എല്ലാം 12 ഉണ്ട്. പിന്നെ എലിക്കാട് ചില മോഡലിൽ 14 വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാഫിലൊന്നും 14 ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം 12 തന്നെയാണ് വരുന്നത്. പിന്നെ സിമൻസിൽ 14 വരുന്നുണ്ട്, ബോഷിൽ 12 ആണെന്ന് തോന്നുന്നു. പലതിലും അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നതിലുള്ള വ്യത്യാസമാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ബാക്കി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിച്ച് ഞാനത് ഇത് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രോഡക്റ്റ് എന്നാന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാഫിൻ്റെ പ്രീമിയം ഡിഷ് വാഷർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡൽ വരുമ്പോഴത്തേക്കിന് DW സെൻട്ര എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റ് വരുന്നത് 240, 220, 240 സാധാരണ പോലെ തന്നെയാണ് അത് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് സെറ്റിംഗ് വരുന്നത് ഇത് 12 സ്റ്റാൻഡേർഡ് പ്ലേറ്റ് സെറ്റിംഗ് ആണ് ഇതിന് വരുന്നത്. പ്രോഗ്രാം 4 ടൈപ്പിൽ വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് മിക്കവാറും എല്ലാ ഡിഷ് വാഷും ഇൻറ്റീരിയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പണ്ടത്തേനൊക്കെയാണ് മാറ്റൊക്കെ വരുന്നത്, ഇപ്പോൾ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഡിറ്റർജൻറ്റ്, ഡിസ്പെൻസർ, സോഫ്റ്റ്നർ ഇതെല്ലാം സെയിം ആണ് കേട്ടോ. എല്ലാത്തിലും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഇതൊക്കെ കമ്പനി ചുമ്മാ നമ്മളെ സുഖിപ്പിക്കാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പറേഷനൊക്കെ അത് അറിയാമല്ലോ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. വിലയും കാര്യങ്ങളും വരുന്നത് ഇത് കണ്ടോ, 48,990, 49,000 രൂപയാണ് വില വരുന്നത്. പിന്നെ നിങ്ങൾ തേണ്ട ഈ ഒരു ലോഗോ ഉണ്ടോ, കാഫിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നുള്ളത് ഈ ഒരു ലോഗോ നോക്കിയാൽ. അതായത് കാഫിൻ്റെ എല്ലാ പ്രീമിയം പ്രോഡക്റ്റുകളിലും ഈ ഒരു കുതിരത്തല കാണും. ഈ കുതിരത്തല ഉണ്ടെങ്കിൽ കാഫിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിന് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. കണ്ടോ കുതിരത്തല കണ്ടോ, ഈ ചിമ്മിനി കണ്ടോ കണ്ടോ, അത് കാഫിൻ്റെ പ്രീമിയം പ്രോഡക്റ്റിലെല്ലാം ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ അടുപ്പിൽ കണ്ടോ കുതിരത്തല കണ്ടോ. ആ കുതിരത്തല ഉണ്ടെങ്കിൽ അതെ അല്ലാതെ ഉണ്ട് കണ്ടോ കണ്ടോ, കുതിരയുടെ തല കണ്ടോ. ആ തല ഉണ്ടെങ്കിൽ പ്രീമിയം പ്രോഡക്റ്റ് ആട്ടോ. അതായത് നോർമൽ അല്ല, പ്രീമിയം ആണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിതൊന്ന് മേളിലേക്ക് പൊക്കിയെടുക്കാം. പിന്നെ ഇത് ഗ്ലോബൽ ഇതുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് നോക്കി അറിയാം. ഈ ഗ്ലോബൽ ഇതെല്ലാം വരുന്നത് ഇതുപോലെ 3-4 ഭാഷകളൊക്കെ എഴുതിയേക്കും. ഇത് നമ്മുടെ സാധാരണ ഫ്രിഡ്ജൊക്കെ അൺപാക്ക് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. നേരെ മേളിലേക്ക് പൊക്കിയാൽ മതി. ഇത് നമ്മുടെ എലിക്കാട പോലെ തന്നെ സിൽവർ കളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. സാധാരണ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഇതിൻ്റെ കീകൾ, അതായത് സ്വിച്ചുകൾ കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ട്. സാധാരണ നമ്മുടെ എന്താ പറയുന്നത് ഇതിനെ വെച്ച് നോക്കിയാൽ ഇപ്പം എലിക്കാടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് വിസിബിലിറ്റി ഉണ്ട് നമുക്ക്, സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഈ ബിൽറ്റ് ഇൻ ഡിഷ് വാഷറിന് എപ്പോഴും ഇവിടെ ആയിരിക്കും, അതായത് ഈ കീസൊക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും, ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും. ഫ്രണ്ടിൽ വരുന്നത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സെമി ഇതാണെങ്കിൽ ബിൽറ്റ് ഇൻ ആണെങ്കിൽ ഫ്രണ്ടിലായിരിക്കും വരുന്നത്. ഇതുപോലെ വന്നിട്ട് ബാക്കി ഭാഗത്ത് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ പാനൽ ഡിസൈൻ ചെയ്യും ഇവിടെ വരുമ്പോൾ. അതല്ല ഇതുപോലത്തെ അല്ലാതെ ഫ്രണ്ടിൽ മേളിൽ ഇപ്പോൾ ബോഷിൻ്റെ ഒക്കെ എടുക്കുവാണെങ്കിൽ, സിമെൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ മേളിൽ കീ വരുന്നുണ്ടാവും. ബോഷിൻ്റെ മാത്രമൊന്നും അല്ല കേട്ടോ, ഇവർക്കും ഉണ്ട്, കാഫിനുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും ഉണ്ട് മേളിൽ കീ വരുന്നത്. ഞാൻ ബോഷും സിമെൻസും പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന അതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ സാധാരണ ഡിഷ് വാഷിനകത്തെ പോലെ തന്നെ അകത്ത് വരുന്ന സാധനങ്ങളെല്ലാം ഈ പറയുന്ന കൂട്ട് നമുക്ക് എന്താ പറയുന്നത് ഇതൊഴിക്കാനും പൗഡർ ഇടാനായിട്ടുള്ളതും
പിന്നെ ഇത് ചെയ്യാനുള്ളതുമൊക്കെ ഷൈനിങ് ഓയിൽ ഒഴിക്കാനായിട്ടുള്ളതുമൊക്കെ മറ്റതുപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു സാധനം ഭയങ്കര ഉപകാരം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആരും കൊടുക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വേറെ ഒന്നിലും കണ്ടില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ ഇടാനായിട്ടൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ഇടാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇതിനകത്ത് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു മോഡൽ ഡിഷ് വാഷർ, അതായത് ഒരു എനിക്ക് തോന്നുന്ന ഒരു 35,000 മുതൽ ഒരു 60,000 ഇടയ്ക്കുള്ള ഡിഷ് വാഷറുകളാണ് എപ്പോഴും ബെറ്റർ. നിങ്ങൾ ഭയങ്കര ലോ എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഡിഷ് വാഷർ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ എപ്പോഴും ഡിഷ് വാഷർ എടുക്കുമ്പോൾ ഫ്രീ സ്റ്റാൻഡിങ് ആണെങ്കിലും മറ്റേതാണെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾ മറ്റേതിൽ അങ്ങനെ അധികമില്ല, ബിൽറ്റിനിൽ അങ്ങനെ അത് പറയാനില്ല, എന്നാലും ബിൽറ്റിനി ഭയങ്കരമായിട്ട് തുരുമ്പെടുക്കാറുണ്ട്. പക്ഷേ അത് ഒരു പരിധി വരെ ഈ എന്താ പറയുന്നത് ഫ്രീ സ്റ്റാൻഡിങ്ങിൽ കുറയും. അതിന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രീ സ്റ്റാൻഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ സിൽവർ കളർ എടുക്കാൻ നോക്കുക. അതായത് ഇപ്പം നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും, നിങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, എവിടെ നിന്ന് എടുത്താലും സിൽവർ കളറാണെങ്കിൽ അതിൽ ഈ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വൈറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ സിൽവർ കളർ ചോയ്സ് ചെയ്യുക. അതൊരു മണ്ടൻ ഇതായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം, തുരുമ്പ് ഏതിലും വരുമല്ലോ എന്ന് തോന്നാം, പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ സിൽവർ കളറിൽ തുരുമ്പ് വളരെ റെയറാണ്, പക്ഷേ വൈറ്റ് കളറിൽ പെട്ടെന്ന് തുരുമ്പെടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ എന്താ പറയുക ടെക്നിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സിൽവർ കളർ എപ്പോഴും ചോയ്സ് ചെയ്തോ. വൈറ്റ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എടുക്കലെന്നല്ല, വൈറ്റ് കാണാൻ ഭയങ്കര ഷോ ആയിരിക്കും, പക്ഷേ വൈറ്റിൽ നിങ്ങൾക്ക് തുരുമ്പിൻ്റെ ഇത് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കെയർ ചെയ്യുള്ളൂ, പിന്നെ ഇതൊന്നും തിരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും സിൽവർ എടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും. വൈറ്റ് നല്ലതാണ്, കാണാൻ കൊള്ളാം, പക്ഷേ സിൽവർ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ എന്താ പ്ലഗ്, അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ്, ഇത് ആൾക്കാർക്ക് സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നേരത്തെ ഒരു ഇതുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്നതൊക്കെ ഇന്ന സാധനങ്ങൾ വേണം, അപ്പോൾ നേരത്തെ ചെയ്തിടാനാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇതിൻ്റെ പ്ലഗ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ കാണിച്ചിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചു. ഇതിൻ്റെ പ്ലഗ് 16-ൻ്റെ പ്ലഗ്ഗാണ്, വലിയ പ്ലഗ്ഗാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ 16-ൻ്റെ ആണ്. അപ്പം വലിയ പ്ലഗ്, പവർ പ്ലഗ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ഡിഷ് വാഷറിൽ നിങ്ങൾ എപ്പോഴും പവർ പ്ലഗ് ആണ് വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പുറകിലത്തെ പൈപ്പ് എത്ര ഹൈറ്റ് വരെ പൊക്കാം എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കൊരു 1000 mm ആണ് ഓർക്കുക, 1000 mm വരെ ഹൈറ്റിലേക്ക് വെക്കാം. അതായത് പൈപ്പിൻ്റെ എക്സോസ്റ്റ്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ്, ഇതിൻ്റെ പുറകിലത്തെ പൈപ്പ്, ഈ പൈപ്പ് എത്ര വരെ പൊക്കാന്നാണ് ആൾക്കാർ എന്നോട് ചോദിക്കാറ്. ഈ പൈപ്പിൻ്റെ ഹൈറ്റ് എത്ര വരെ പൊക്കി ഈ എക്സോസ്റ്റ് പൈപ്പ്, അതായത് പുറത്തേക്ക് പോകുന്ന ഈ എന്താ പറയുന്നത് വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പ്, ഈ പൈപ്പ് നിങ്ങൾക്ക് ഒരു 1000 mm വരെ പൊക്കാം. 1000 mm വരെ പൊക്കിക്കൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ മാക്സിമം താത്തിടാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും താന്ന് കിടക്കുമ്പോഴാണ് ഫ്ലോ കിട്ടുന്നത്. അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. പിന്നെ ചില സ്ഥലത്ത് ഓപ്ഷൻ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് 1000 mm വരെ നിങ്ങൾക്ക് പൊക്കാം, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കിക്കോ. 1000 mm, അതിന് മേലോട്ട് പൊക്കാൻ പാടില്ല. ഒരു 1000 mm. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ 1000 പറയുന്നുണ്ട്, നിങ്ങളൊരു 900 ഇടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ 1000 mm വരെ പൊക്കിക്കോ. അതുകൊണ്ട് മെഷീൻ ഒരു കേടും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ആ ഒരു അളവ് ചോയ്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേൽ കൊടുക്കാം. ഇതിനകത്തൊരു കുഞ്ഞ് ഫിൽറ്റർ ഉണ്ട്. പിന്നെ ചിലർ മറ്റേ എക്സ്ട്രാ ഒരു ഫിൽറ്ററും കൂടെ കയറ്റാറുണ്ട്. അങ്ങനെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഇറ്റലിയിലൊക്കെ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് കൂടുതലും അത് പറയുന്നത് കേട്ടോ. പുറത്ത് ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് അതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ ചോദിക്കുന്നത്. കാരണം അവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട് വെക്കാൻ നേരത്തെ എന്താ പറയുന്നത് റെഡിയാക്കി സെറ്റപ്പാക്കി വെക്കാറുണ്ടല്ലോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ നാട്ടിലെടുത്തിരിക്കുന്ന മെഷീൻ വേറെയാണ്, ഇപ്പോൾ അതല്ലെങ്കിൽ എന്നോട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നവരൊക്കെയാണ് പറയും. അപ്പോൾ ഇത് എല്ലാ ബ്രാൻഡിനും നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആൾ വരുമ്പോഴത്തേക്കിനും എല്ലാ ബ്രാൻഡിലും അവരവരുടെ റിൻസൈഡ്, അതുപോലെ തന്നെ പൗഡർ, സോൾട്ട്, ഉപ്പ്, ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പം
അതിൻ്റെ ഒരു എന്താ ഭാഗമാണ്. അതായത് നിങ്ങൾക്ക് സർവീസിന് വരുമ്പോൾ അവരത് വിൽക്കുന്നതെന്ന് പറയുന്നത് അത് അവരുടെ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട. അതായത് അവർ പറയും ഇപ്പം ഹാഫ് ലൈ എടുക്കുവാണെങ്കിൽ ഹാഫ് ലൈയുടെ തന്നെ യൂസ് ചെയ്യാവുള്ളൂ, ബോഷ് എടുക്കുവാണെങ്കിൽ ബോഷിൻ്റെ തന്നെ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ സാംസങ് ആണ് സാംസങ്ങിൻ്റെ തന്നെ റിൻസൈഡും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് റിൻസൈഡ്, സോൾട്ട്, പിന്നെ പൗഡർ, നമ്മൾ എന്താ സോപ്പ് പൊടി, ഇത്ര സാധനങ്ങളാണ് ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങൾ അവരവരുടെ കമ്പനിയുടെ തന്നെ യൂസ് ചെയ്യാവുള്ളൂ, വേറെ ഉപയോഗിച്ചാൽ കൊള്ളത്തില്ല എന്ന് പറയും. ഒരു കാര്യമില്ല അതിനകത്ത്. അത് അവർ പറയുന്നതായിട്ടൊന്നും കേൾക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് അവരെ മുഷിപ്പിക്കാൻ മേലെങ്കിൽ ആ വരുന്ന സമയത്ത് ഓരോ പാക്കറ്റ് വെച്ച് വേണമെങ്കിൽ വാങ്ങിച്ചോ, വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് വാങ്ങിക്കണമെന്ന് ചിലപ്പോൾ അവർ കമ്പൾസറി പറയും, കാരണം അത് അവരുടെ ബിസിനസ്സാണല്ലോ, അപ്പോൾ അത് പറയാതിരിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷേ ഇത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് റിൻസൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ഏത് ഡിഷ് വാഷറിലിടുന്ന പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ തന്നെ കട്ടയുണ്ട്, പൗഡറല്ല സോപ്പായിട്ട് വരുന്നുണ്ട്, പുറത്തൊക്കെ അത് കിട്ടും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് സോൾട്ടും നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ സോൾട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഇന്ന കമ്പനിയുടെ ഒന്നുമില്ല. ഞാനിവിടെ ബോഷിന് ഹാഫ് ലൈയുടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഹാഫ് ലൈക്ക് ബോഷിൻ്റെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും ഇല്ല വരുമ്പോഴത്തേക്കിന് എലിക്കാടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ചെയ്യാം, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അതിനകത്ത് ഏത് യൂസ് ചെയ്താലും സെയിം പർപ്പസാണ് വരുന്നത്, സെയിം ആണ്. ഇതിനകത്തെ കാര്യങ്ങളെല്ലാം സെയിം ആണ് വരുന്നത്. അല്ലാതെ ഒരു ബ്രാൻഡ് മാറിയ കൊണ്ട് ആ ബ്രാൻഡിൽ ഒരു സംഭവങ്ങളും വേറൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ഡിഷ് വാഷ് തുറന്നു നോക്കി, ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് എല്ലാ ഡിഷ് വാഷിനകവും ഇരിക്കുന്നത്. അല്ലാതെ ഈ ഡിഷ് വാഷിനകത്ത് വേറെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന മോഡൽ എടുത്തോ ചോയ്സ് ചെയ്തോ എന്ന് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ചില മോഡലിലെ മോട്ടറുകൾ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഇറങ്ങുന്നതിന് ചിലപ്പം കംപ്ലൈൻറ്റ് എല്ലാത്തിനും വരും, എന്നാലും പരമാവധി കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന മോഡൽ നല്ലതാണ്, ഇന്ന മോഡൽ എടുത്തോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹാഫ് ലോഡ് വരെ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരിതുണ്ട്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ അത് നോക്കണ്ട. പിന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇതുപോലെ തന്നെ അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ ഏത് ഡിഷ് വാഷർ എടുത്താലും ഓൾമോസ്റ്റ് ഇതേ സെയിം ആയിരിക്കും. പിന്നെ ചില ഡിഷ് വാഷറിൽ അതെനിക്ക് തോന്നുന്നു ബോഷിൻ്റെ ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ ഇതൊരു ഫോൾഡിങ് പോലെയാണ്. അതായത് ഇച്ചിരി കൂടെ പൊക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ എല്ലാത്തിലും ഒരുപോലെയൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏത് പാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ളത്, അത് അലുമിനിയം പാത്രം, കോപ്പർ പാത്രം, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ചേട്ടാ, അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പേടിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അലുമിനിയവും കോപ്പർ പാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ആ പോളിഷ്നെസ് ഒക്കെ അങ്ങ് പോകും. ആ ഒരു പാത്രത്തിൻ്റെ പോളിഷൊക്കെ പോയിട്ട് ഒരു വേറൊരു കളർ ഫെയ്ഡ് പോലെയൊക്കെ വരും. അതുകൊണ്ടാണ് ആ പാത്രം യൂസ് ചെയ്യില്ലെന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച് പോവോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇല്ലാതായി പോവോ ഒന്നും ചെയ്യുന്നില്ല, കേട് വരുമോ ഒന്നും ചെയ്യുന്നില്ല. വാഷിംഗ് മെഷീൻ അല്ല സംഭവിക്കുന്നത്, ഈ പാത്രത്തിനാണ് സംഭവിക്കുന്നത്. പാത്രം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ആ ഒരു ഷൈനിങ് കുറയുന്നതായിട്ട് ഇതുണ്ട്, റിപ്പോർട്ടുണ്ട്, ഷൈനിങ് കുറയുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾ വളരെ തിന്നായിട്ടുള്ള ഈ കുപ്പി പ്ലേറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ചില പാത്രങ്ങളുണ്ട്, ഭയങ്കര പേപ്പറിൻ്റെ കനമുള്ളൂ ചില പാത്രങ്ങളൊക്കെ, കുപ്പി പാത്രം, അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും കുറഞ്ഞത് ഒരു 50 ഡിഗ്രിയിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. വാട്ടറിൻ്റെ ഹീറ്റ് 50 ഡിഗ്രിയിലിട്ട് യൂസ് ചെയ്യാവുള്ളൂ. അതൊക്കെ 70 80 ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും, പൊട്ടിത്തെറിച്ച് അതിൻ്റെ വാട്ടിനും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ ഗ്ലാസിൻ്റെ പാത്രം മാത്രം യൂസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 50 ഇടുക, 50 ഇട്ടിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് എല്ലാ പാത്രവും കൂടെ മിക്സിങ് ആണെങ്കിൽ ഒരു 50 60 ആ ഒരു കണ്ടീഷനിലിട്ട് യൂസ് ചെയ്യുക. ഇനി മെറ്റൽ പാത്രം മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു 90 യൂസ് ചെയ്തു, അപ്പോൾ ഒരു പ്രശ്നം വരത്തില്ല. ഇതിൽ ഒന്നും നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നടക്കും. ഇത് പിന്നെ നമ്മൾ എന്തിനാണ് വാങ്ങിക്കുന്നത്, പാത്രം കഴുകാനല്ല വാങ്ങിക്കുന്നത്, അല്ലാതെ കണ്ടോണ്ടിരിക്കാൻ വാങ്ങിക്കുന്ന സാധനമല്ലല്ലോ. പിന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അത് അറിയാമല്ലോ, പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് റിവ്യൂസ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ ദിവസവും ഓരോ മോഡൽ കാണിക്കരുതോ. ഞാൻ എത്ര നാൾ കൂടുമ്പോൾ ഓരോ വീഡിയോകൾ കാണിക്കുന്നത് എല്ലാം. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം വാഷിംഗ് മെഷീനും എത്രത്തോളം ഡിഷ് വാഷറുകളും ഫ്രിഡ്ജുകളും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അല്ലാതെ നമ്മൾ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല ഈ റിവ്യൂസ് ഒന്നും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറയാം. അതുകൊണ്ട് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്, അത്രേ ഉള്ളൂ.
പിന്നെ മൺചട്ടിയൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ കേട്ടോ. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ ചട്ടിയൊക്കെ മീൻ ചട്ടിയൊക്കെ കഴുകാവുന്നു. എല്ലാ ചട്ടിയും പാത്രവും എല്ലാ സാമാനവും കഴുകാം, അതിനകത്ത് എല്ലാ സാധനം ഇട്ട് കഴുകാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് കഴിവതും വൈപ്പ് ചെയ്ത് കളയുക, തുടച്ച് കളയുക. ഇപ്പോൾ നമ്മൾ സിങ്കിനകത്ത് തന്നെ ചെയ്യുന്നത്, വേസ്റ്റ് നമ്മൾ വടിച്ച് മറ്റേ അഴുക്ക് ബോക്സിനകത്ത് ഇട്ടിട്ട് പാത്രം കൊണ്ട് സിങ്കിനകത്ത് ഇടുമല്ലേ, സെയിം അതുപോലെ തന്നെ നിങ്ങൾ നേരെ ഇതിനകത്തേക്ക് അടുക്കി വെക്കുക. ആ അടുക്കി വെക്കുന്നതിൻ്റെ ഞാൻ നോക്കട്ടെ, അതിൻ്റെ ഒരു ഇതിൻ്റെ മാനുവലിനകത്ത് കാണും അത് അടുക്കി വെക്കുന്നത് എങ്ങനെയാണ്, അത് വേണം ഞാൻ കാണിച്ചു തരാം. എപ്പോഴും നിങ്ങൾ വെയിറ്റ് ഉള്ള പാത്രം ഈ താഴെ അടുക്കി വെക്കുക. ഏറ്റവും നല്ല വെയിറ്റ് ഉള്ള പാത്രങ്ങളൊക്കെ താഴെ വെക്കുക, വെയിറ്റ് കുറഞ്ഞ പാത്രം മേളിൽ വെക്കുക. അത് എന്തിനാന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ള പാത്രത്തിൽ എപ്പോഴും കുറച്ച് ഇത് കൂടുതലായിരിക്കും, എന്താ പറയുക, ഉപയോഗിക്കാനുള്ള വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ ഇത് കണ്ട്, ഇതൊരു റാക്കല്ലേ, ഈ താഴത്തതിരിക്കുന്നത് ഒരു സ്റ്റെപ്പിലായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അതൊന്നും ഒരുപക്ഷെ ആരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളല്ലായിരിക്കും. ഇത് കണ്ടോ, അതൊരു സ്റ്റെപ്പിലായിരിക്കുന്നത് കണ്ടോ. ആ സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങളുടെ നിന്ന് താഴോട്ട് പോകത്തില്ല. അതേ സ്ഥാനത്ത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ലൈഡിങ്ങിലായിരിക്കുന്നത് കണ്ടോ, ഒരു സ്ലൈഡിങ് സാധനത്തിലിരിക്കുന്നത്. അപ്പം വെയിറ്റ് ഉള്ള പാത്രം ഇവിടെ വെക്കുമ്പോൾ ഈ സാധനത്തിന് ഡാമേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വെയിറ്റ് ഉള്ള പാത്രം താഴെ വെക്കാൻ ഞാൻ പറയുന്നത്. ഇനി ബാക്കിയുള്ളവർ എങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ഉള്ള പാത്രം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വെയിറ്റ് ഉള്ള പാത്രം വെച്ചാലും ഇതിന് കംപ്ലൈൻറ്റ് വരത്തില്ല. കാരണം ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് ഇതിൻ്റെ തന്നെ ബോഡി പാർട്സാണ്. അതിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാർഡാണ്, അതിലൊന്നും സംഭവിക്കാനില്ല. അതേസമയം ഈ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ ഇതിനകത്ത് വരുന്ന സ്ലൈഡർ ഇല്ലേ, നമ്മുടെ എന്താ പറയുന്നത്, അടുക്കളയുടെ ഈ സാമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതുപോലെ വലിച്ചു ഇതിൻ്റെയൊക്കെ പേര് ആ സമയത്ത് ഓർക്കത്തില്ല. ആ സാധനത്തിൻ്റെ സ്ലൈഡർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡ്രോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഡ്രോയ്ക്ക് വരുന്ന സ്ലൈഡർ, ആ സ്ലൈഡർ പോലെ ഒരു സ്ലൈഡർ ആയത്. അപ്പം വെയിറ്റ് താങ്ങത്തില്ല, പെട്ടെന്ന് താഴ്ത്തു പോകും, അതാണ് കാര്യം. പിന്നെ ഇത് ഈ സാധനം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറിയ സ്പൂണും അങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യാനുള്ള. ഇപ്പം നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ ഇല്ലെന്ന് വെച്ചോ, സ്പൂൺ ഇല്ലെങ്കിൽ ഇത് വേണ്ട, ഇതെടുത്ത് ദൂരോട്ട് മാറ്റി വെച്ചു തരും, എന്നിട്ട് നിങ്ങൾ ബാക്കി യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചേട്ടാന്ന് ചോദിക്കും. അത് എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര വൃത്തിയാക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് ഈ പ്രശ്നം കൂടുതൽ. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കുളിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മണം വരത്തില്ലേ, സെയിം. ഇത് ഫുഡ് വേസ്റ്റ് ആണ്. ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അറിയാമല്ലോ 2 ദിവസം ഫുഡ് വേസ്റ്റ് നമ്മൾ കളയാതിരിക്കുമ്പോൾ അവസ്ഥ. എപ്പോഴും നിങ്ങൾ ഈ ഫിൽറ്റർ എടുക്കുക, ഈ ഫിൽറ്ററിനകത്ത് നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സിങ്ക് വൃത്തിയാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ വാഷിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പം തന്നെ അത് പിറ്റേ ദിവസത്തേക്കിന് വെക്കല്ലേ, ഈ സാധനം എടുക്കുക, ഫുഡ് വേസ്റ്റ് എടുത്ത് കളയുക, കഴുകുക, തിരിച്ചെടുത്ത് വെക്കുക. അപ്പം ഒരു മണവും വരത്തില്ല. ആ ഫുഡ് വേസ്റ്റ് അവിടെ കിടന്നാലുള്ള പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഈ മണം ഇതിനകത്ത് നിങ്ങൾ വാഷ് ചെയ്യുന്ന നിങ്ങളുടെ പാത്രത്തിലും ആ മണം വരും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അത് ക്ലീൻ ചെയ്യാതെ ഇരിക്കല്ല്. അതുകൊണ്ട് ഇനി മേലെ ഇത് ക്ലീൻ ചെയ്യണോ എന്ന് ചോദിക്കല്ല്. ക്ലീൻ ചെയ്യണം. നമ്മൾ കുളിക്കുന്നത് എന്തിനാ, അതുപോലെ തന്നെ. അതുകൊണ്ട് അത് ക്ലീൻ ചെയ്തില്ലെന്ന് ചോദിക്കില്ല. പിന്നെ ഉപ്പിൻ്റെ കേസ്, ഉപ്പ് സാധാരണ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ സാധാരണ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു പരുവം കാണാറുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് ഈ ഒരു മോഡൽ അവർ ഈ ഒരു സാധനം തരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മുറിച്ച് വെക്കാനുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് മുറിച്ച് വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് ഉപ്പ് ഇതിനകത്തേക്ക് ഇടാം. അന്നേരം പെട്ടെന്ന് ഇടാൻ പറ്റും. പിന്നെ ഉപ്പ് എത്ര ഇടണമെന്ന് ചോദിക്കുന്ന ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരും. ഒരു 1.5 കിലോ വരെയൊക്കെ ഇതിനകത്ത് കൊള്ളും. ഈ 1.5 കിലോയും ഫുൾ അങ്ങ് ഇട്ട് വെച്ചേക്കുക. നമ്മൾ കുറച്ച് നാളത്തേക്കുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോ ഇട്ടാൽ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ നല്ല വാഷിംഗ് ഉള്ള വീട്ടിലാണെങ്കിൽ ഒരു 2 മാസത്തേക്കിന് അത് മതിയാവും. അപ്പോൾ ആ ഒരു 2 മാസത്തേക്കുള്ളത്, 2 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം 2 വാഷിംഗ് ഉള്ള വീടിൻ്റെ ഉദ്ദേശിച്ച കേട്ടോ, എപ്പോഴും വാഷ് ചെയ്യുന്ന വീടല്ല. 2 വാഷിംഗ് ഉള്ള വീടാണെങ്കിൽ, അതായത് രാവിലെയും വൈകിട്ടും വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ പറയുന്ന ഇത് മതിയാവും. എന്താ പറയുക, ഉപ്പ് ഒരു 1.5 കിലോ ഇട്ടാൽ നിങ്ങൾക്കൊരു 2 മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റിൻസൈഡിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് പൗഡർ ഇടുന്നത്, അതായത് സോപ്പ് പൊടി ഇടുന്നത് ഇതിനകത്താണ്. ഇവിടെയാണ് സോപ്പ് പൊടി ഇടുന്നത്. സോപ്പ് പൊടി ഒരിക്കലും ഒരു വർഷത്തേക്കുള്ളതൊന്നും നമുക്ക് നേരത്തെ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. അതും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോൾ വാഷ് ചെയ്യണോ ആ വാഷ് ചെയ്യുന്ന സമയത്തിന് ആവശ്യമായ, നമ്മുടെ പാത്രത്തിന് അറിയാമല്ലോ, അതിന് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ അല്ലെ 3 സ്പൂണ് ഇട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നേരത്തെ നമുക്ക് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല.
പിന്നെ റിൻസൈഡ്, അതായത് റിൻസൈഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ പാത്രങ്ങളെ ഷൈനിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് റിൻസൈഡ് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന്. റിൻസൈഡ് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അത് ചുമ്മാ ഷൈനിങ് മാത്രമല്ല, അതൊരു സോപ്പ് വധ കൂടിയാണ്, സോപ്പ് ഷാമ്പു പോലെയും കൂടെയാണ്. ഈ നമ്മൾ ഈ എന്നാ പറയുന്ന ഈ നമ്മളിടുന്ന സോപ്പ് പൊടിക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൂട്ടിക്കൊടുക്കുന്ന ഒരു സാധനമാണ് റിൻസൈഡ്. അല്ലാതെ ഇതൊരു തിളക്കം മാത്രം കൊടുക്കുന്ന സാധനമല്ല. അപ്പോൾ റിൻസൈഡ് ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ തന്നെയാണ്. പിന്നെ റിൻസൈഡ് ഉപയോഗിച്ചില്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചില സമയത്ത് സിങ്കിനകത്തിരുന്ന പാത്രം കഴുകുന്ന എങ്ങനെയാണ്, ചിലപ്പോൾ സോപ്പ് അവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ ചുമ്മാ കൈക്ക് കഴുകി വെച്ചിട്ട് പോകത്തില്ലേ, എന്നാലും വെളുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റ് സൗണ്ട് കേൾക്കത്തില്ലേ, വെളുക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു തൃപ്തിയാണെന്നുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതുപോലെ തന്നെ റിൻസൈഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ റിൻസൈഡ് വെക്കുന്നത് തന്നെയാണ്. കാരണം ഈ ഡിഷ് വാഷർ എന്ന് പറയുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഇതിലെല്ലാം കൂടെ കൂട്ടി വർക്കാവുന്നതാണ്. പിന്നെ ചില മോഡലിൽ നീരാവി കൊണ്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ കോമൺ മോഡലിലെല്ലാം എന്താ പറയുക, ഈ ഹോട്ട് വാട്ടർ കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ചില മോഡലിൽ നീരാവിയുള്ള മോഡലും ഉണ്ട്. അപ്പോൾ അതും നല്ലതാണ്, നീരാവിയുള്ളത് നല്ലതാണ്, കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. മറ്റേതാകുമ്പോഴത്തേക്കിനും ഹോട്ട് വാട്ടർ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. നോർമലി എല്ലാ വീട്ടിലും ഹോട്ട് വാട്ടറാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ നീരാവിയുള്ള മോഡലുകളും യൂസ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. ഇപ്പം ബോഷിൻ്റെയൊക്കെ ഹൈ എൻഡ് മോഡലിലൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട്. സിമൻസിൻ്റെ ബോഷിലും ഉണ്ട്. നമ്മൾ സിമൻസ് കൊടുത്തിരിക്കുന്നുണ്ട്, ബോഷിനെ കുറിച്ച് അധികം അറിയത്തില്ല. ബോഷിനെക്കാട്ടിലും നല്ലത് സിമൻസാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ, വെള്ളം എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഈ വെള്ളം എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഒരു 9 to 10 ലിറ്ററാണ് ഒരു വാഷിങ്ങിൽ എടുക്കുന്ന വെള്ളം. അതായത് നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വീട്ടിൽ പാത്രം കഴുകുന്ന സമയത്ത് ഒരു 30-40 ലിറ്റർ വെള്ളമെങ്കിലും ഒരു സമയത്ത് ഞാൻ എടുക്കുന്നുണ്ട്, പൈപ്പിൽ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ വാഷ് ചെയ്യുമ്പോൾ സിങ്കിനകത്തിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എന്തോരം വെള്ളം വേസ്റ്റാണ്. ഇപ്പം നമുക്ക് വെള്ളം അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ വില അറിയത്തില്ലാത്ത. ഇപ്പോൾ വെള്ളം കുറവുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് എന്താ പറയുന്ന ഒരു ആദ്യത്തെ 4 ലിറ്റർ വെള്ളത്തിലാണ് 2 വാഷിങ്, പിന്നെ അടുത്ത 5 ലിറ്റർ വെള്ളത്തിൽ 2 വാഷിങ്, അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളത്തിൽ. അങ്ങനെ ഏകദേശം ഒരു 9 to 10 ലിറ്റർ വെള്ളമാണ് ഒരു വാഷിങ്ങിൽ ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്. വെള്ളം വളരെ കുറവ് മതി. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആലോചിക്കട്ടെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ മിക്കവാറും ഡിഷ് വാഷറുകൾ ഇതുപോലെ താഴെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ശകലം കാലിനൊക്കെ മേലാത്തവരും അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഡോറയിൽ ഇങ്ങനെ ബലം കൊടുത്ത് എണീക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. ഇതിനകത്തൊരു കുഞ്ഞ് ഹിഞ്ചസ് ആണ് വരുന്നത്. ഈ ഡോറിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബെൻഡ് പ്രശ്നമാകാറുണ്ട്. അത് പലയിടത്തും എനിക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോറിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ബലം കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പിടിച്ചിട്ട് എണീക്കുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ ഈ ഡോറിൽ ഇങ്ങനെ ബലം കൊടുത്ത് എണീക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അത് ഒരു മെഷീൻ്റെ ഡോറിൽ ചെയ്യാതിരിക്കുക. അതൊരു വലിയൊരു ഘടകം കേട്ടോ. എപ്പോഴും ഞാനത് പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹാഫ് ലോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം, അത് ഒരുവിധം എല്ലാത്തിലും ഉണ്ട്. എല്ലാ മെഷീനിലും ഉണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് നല്ല ബ്രാൻഡിലൊക്കെ ഉണ്ടാവും. ഇതിലും ആ ഒരു ഹാഫ് ലോഡ് ഉണ്ട്. അതായത് ഹാഫ് ലോഡിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി പാത്രമുള്ളൂ. ഇപ്പോൾ എന്നും എല്ലാ വീട്ടിലും ഒത്തിരി പാത്രം കഴിയുന്ന വീടുകളൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് പാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ താഴത്തെ ഡ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ നിറച്ച് വെച്ചിട്ട് ആ പാത്രങ്ങളെല്ലാം താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം കുറച്ച് ലോഡ് മതിയാവും, കുറച്ച് പെട്ടെന്ന് പ്രോഗ്രാം ഇത് ചെയ്യും, കുറച്ച് വെള്ളം മതി. അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഹാഫ് ലോഡ് എടുക്കുമ്പോൾ. അത് എപ്പോഴും ചെയ്യാറില്ല കേട്ടോ, എല്ലാവരും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനുണ്ട്, ഈ മെഷീനുണ്ട്. ഞാൻ എപ്പോഴും പറയില്ല, ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു, പിന്നെ ഞാൻ പറയണം, നിങ്ങൾ എപ്പോഴും ഒരു ബിൽറ്റ്-ഇൻ ഡിഷ് വാഷ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഡിഷ് വാഷ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ബിൽറ്റ്-ഇനിലാണ്. പക്ഷേ എന്നാലും ചിലർ ബിൽറ്റ്-ഇൻ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പറയത്തെ, ചില വണ്ടികൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ചില വണ്ടികൾ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, സ്പെയർ കോസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ആ വണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നവരുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബിൽറ്റ്-ഇൻ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളാണ് എങ്കിൽ ആലോചിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. കാരണം ബിൽറ്റ്-ഇൻ ഡിഷ് വാഷറുകൾ എപ്പോഴും കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കും, സ്പെയർ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവരുടെ കാഫിൻ്റെ തന്നെ ബിൽറ്റ്-ഇനിലേക്ക് പോകുമ്പോൾ 10,000-60,000 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. പക്ഷേ അതിന് അത്രയും തന്നെ സ്പെയർ കോസ്റ്റും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് കംപ്ലൈൻറ്റും കൂടുതലാണ്.
അതെ, കാഫിൻ്റെ എന്നല്ല, ഇപ്പോൾ എലീക്ക ആയാലും ഫേബർ ആയാലും ബോഷ് ആയാലും സിമൻസ് ആയാലും സാംസങ് ആയാലും ഏത് ബ്രാൻഡ് ആയാലും ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പം ബിൽറ്റിനിൽ റെസ്റ്റും കൂടുതലാണ്, തുരുമ്പും പെട്ടെന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രീ സ്റ്റാൻഡിങ്ങിൽ ആ ഒരു പ്രശ്നവും വളരെ കുറവ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വൈറ്റും സിൽവറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ, ഈ വൈറ്റും സിൽവറും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലും അതിൽ കൂടുതലായിട്ട് തുരുമ്പ് കയറുന്നത് ഈ എപ്പോഴും ഇപ്പോൾ ബോഷിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട് 2 ഡിഷ് വാഷർ നന്നാക്കാനായിട്ട് വന്നത്. അതുപോലെ തുരുമ്പ് കയറി നശിച്ചു പോയി. ഒരു 2 വർഷം 2.5 വർഷം ആയിട്ടുള്ളൂ, അതുപോലെ തുരുമ്പ് കയറി നശിച്ചു പോയി. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പം ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ തീരുമാനം എടുക്കുക, അല്ലാതെ ചുമ്മാ ആരെങ്കിലും അല്ലെ ഇൻറ്റീരിയർകാർ പറഞ്ഞ് ചേട്ടാ അതെടുത്തോളാൻ പറഞ്ഞ് അവരൊക്കെ പിടിച്ച് ചെയ്തിട്ട് പോവും, പിന്നെ അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും ഇത് ആലോചിച്ചെടുക്കുക. യൂട്യൂബിലും കയറിയിട്ട് ചുമ്മാ കണക്കണമെന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബൊക്കെ പണ്ട് സെർച്ച് എഞ്ചിനായിരുന്നു, ഇപ്പോൾ കാശ് കൊടുക്കുന്ന അനുസരിച്ചാണ് അതിൻ്റെ അവരെത്രമാത്രം പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ഈ സാധനം ഇങ്ങനെ കയറി വരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഗൂഗിളിലായാലും എല്ലാം വരുന്നതാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ സെർച്ച് എഞ്ചിനൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം, ഒത്തിരി പറയാനുണ്ട്. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ബിൽറ്റിന് ആവശ്യമാണെങ്കിൽ എടുത്തോ, അത് വേണോന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഇതുപോലത്തെ ഡിഷ് വാഷ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. കംപ്ലൈൻറ്റ് കുറവായിരിക്കും, എന്താ പറയുന്നത്, സ്പെയർ കോസ്റ്റ് കുറവായിരിക്കും, കാണാനും ഭംഗിയാണ്. പിന്നെ എന്നാ കുഴപ്പം, ഇതിൻ്റെ ഔട്ട് സൈഡ് എല്ലാം അഴിച്ച് കളഞ്ഞിട്ടാണ് അവൻ മറ്റേ ബിൽറ്റിനാന്നും പറഞ്ഞിട്ട് തരുന്നത്, അല്ല വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഡിഷ് വാഷ് വെക്കുന്ന അതൊക്കെ പക്ഷേ കുറേ ഈ ചേച്ചിമാർ ഈ ഡിഷ് വാഷിൻ്റെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫുഡ് പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്ന ചേച്ചിമാർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡിഷ് വാഷിൻ്റെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഈ കാര്യങ്ങൾ. പക്ഷേ എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ പാത്രം വെച്ച് കഴിയുമ്പോഴത്തേ ഇത് കണ്ടോ, ഈ ഒരു ലീഫ് ഇത് കണ്ടോ, കാണാവോ? ഈ ലീഫ് ഇത് താഴെ മേളിലും ഉണ്ട്. അത് കണ്ടോ, ആ കറങ്ങുന്ന സാധനം കണ്ടോ? ഇത് എപ്പോഴും പാത്രം വെച്ച് കഴിഞ്ഞിട്ട് കറക്കി നോക്കുക. ഇത് എവിടെയെങ്കിലും തട്ടി നിൽപ്പുണ്ടോ എന്ന് നോക്കുക. തട്ടി നിൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ മെഷീൻ യൂസ് ചെയ്യല്. ആ തട്ടുന്ന പാത്രം എടുത്ത് മാറ്റി താത്ത് വെക്കുമോ, അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കി ഇത് ഫ്രീ ആയിട്ട് കറക്കി വിടുക. അതുപോലെ തന്നെ അടിയിലത്തെ 2 ഉണ്ട്, ഇത് കണ്ടോ, ഇവിടെയുണ്ട് കണ്ടോ, അതും കറക്കി നോക്കുക. എങ്ങും തട്ടുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം അത് കറക്കി ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇതൊക്കെ ഒരുവിധം അവരൊക്കെ കാണിക്കാറുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇത് കണ്ടോ, ആ കറങ്ങിയ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഈ കറങ്ങുന്ന ഈ സാധനം. അതുപോലെ തന്നെയാണ് ഇത് 2 കറക്കി നോക്കുക. ഇത് 2 കറക്കി നോക്കിയിട്ട് എങ്ങും തടസ്സമില്ലാതെ കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഡോർ അടയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതാകത്തില്ല, എന്താ പറയുന്നത്, വർക്കാകത്തില്ല. പിന്നെ ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ട്രബിൾ ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പം പെട്ടെന്ന് 1-2 ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് നല്ലതായിട്ട് വെളുക്കുന്നില്ല, അല്ലെങ്കിൽ പാത്രം നല്ലതായിട്ട് ക്ലീൻ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പൗഡർ ഉണ്ടോ എന്ന് നോക്കുക. പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ആകത്തില്ല. ഇപ്പോൾ ഉപ്പില്ലെങ്കിലും റിൻസൈഡ് ഇല്ലെങ്കിലും ക്ലീൻ ആവും. പക്ഷേ അത് തന്നെ, ഉപ്പില്ലെങ്കിലും റിൻസൈഡ് ഇല്ലെങ്കിലും ക്ലീൻ ആവും. വലിയ തിളക്കോ അങ്ങനെയൊന്നും വരത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ആകത്തൊന്നുമില്ല. അപ്പം ചിലപ്പോൾ പൗഡർ അതിനകത്ത് കാണത്തില്ല. അപ്പോൾ പൗഡർ ഉണ്ടോയെന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള പൗഡർ അന്നേരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുണ്ടോയെന്ന് അപ്പം തന്നെ നോക്കുക. അതായത് വാഷിംഗ് മെഷീൻ നമ്മൾ നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൗഡർ ഉണ്ടോയെന്ന് നോക്കുക. ഒന്നത്. പിന്നെ ചില സമയത്ത് മെഷീൻ വർക്കാകാതെ വരും. അതായത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഈ ഫാനെല്ലാം പങ്കെല്ലാം കറക്റ്റാണ്, എല്ലാം കറങ്ങുന്നുണ്ട്, എന്നാലും മെഷീൻ വർക്കാകുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കേസ് എന്നാന്ന് പറഞ്ഞാൽ ഈ ഡോറൊന്ന് നോക്കണം. ഈ ഡോറിന് ഇത് കണ്ടോ, ഈ ഡോറിന് ഒരു ലോക്കുണ്ട്. ഇത് കണ്ടോ, ഈ ലോക്ക് ഒരു സെൻസറും കൂടെയാണ്. ഇത് കണ്ടോ, ഈ ലോക്കിൻ്റെ ഇവിടെ ഒരു സെൻസറുണ്ട്, കാണിക്കാതെ ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഡോറ് അടഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മെഷീൻ വർക്കാവുള്ളൂ. അപ്പോൾ ഈ ഡോർ അടഞ്ഞിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, മെഷീൻ വർക്കാകത്തില്ല. അപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ചും കൂടെ ആലോചിക്കുക. എപ്പോൾ വീഡിയോ ചെയ്താലും വെറുതെ ഓടി പോകണുണ്ടാവും. ഇപ്പോൾ കാണിക്കാതെ മറഞ്ഞു, അവനെവിടെയോ പോയി മറഞ്ഞു. ഇല്ല പോണുണ്ടോ എന്നാ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഡോറ് ക്ലിയർ ആയിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു കാര്യം. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് കയറുന്നില്ലെങ്കിൽ, അതായത് ഞാനൊരു നെറ്റ് കാണിച്ചില്ല, ആ നെറ്റ് അത് വാഷിംഗ് മെഷീൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ആ നെറ്റ് ബ്ലോക്കായി കിടന്നാൽ വെള്ളം കയറത്തില്ല. അതായത് ഞാൻ കാണിക്കാം, ഇൻലെറ്റ് പൈപ്പിൻ്റെ ഇത് കണ്ട്, ഈ നെറ്റ് ഇതൊരു നെറ്റാണ്, ഈ കാണുന്ന ഈ വെള്ളി കളറിൽ കാണുന്നത്. ആ നെറ്റ് വർക്കായില്ലെങ്കിൽ, ആ നെറ്റ് ബ്ലോക്ക് ആണെങ്കിൽ വെള്ളം കയറത്തില്ല. അപ്പോൾ വെള്ളം കയറിയില്ലെങ്കിൽ ആ നെറ്റ് ബ്ലോക്ക് ആണെങ്കിലും
ഈ പ്രശ്നം മിഷൻ എടുക്കാതെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈപ്പിൽ വെള്ളം എൻ്റർ ആവുന്നില്ലെങ്കിലും വരും. ഇപ്പോൾ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിലും ആ പ്രശ്നം വരും. അപ്പം വർക്കാകാതെ വരുമ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉറപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഈ പാട പോലെ ഇങ്ങനെ അതിന് വൈറ്റ് ഫിലിം എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ പാട പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്. അത് ആക്ച്വലി കംപ്ലൈൻ്റ് അല്ല, നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ഇഷ്യൂസാണത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് വരുന്നതിന് നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, വെള്ളം പക്കയാണോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ചില സ്ഥലത്തെ വെള്ളം, ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലേക്കൊക്കെ ഉള്ള വെള്ളം എന്ന് പറയുന്നത് അതിന് തന്നെ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മുടെ കിണറുകളിലൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇപ്പോൾ കുടുംബത്തുള്ള കിണറിലൊക്കെ പോയി നോക്കിയാൽ ചില സമയങ്ങളിൽ വീടിൻ്റെ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ പാട പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്, അയൺ കണ്ടന്റ് നിൽക്കുന്നതാണ്. അത് ചില സ്ഥലത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത വെള്ളം യൂസ് ചെയ്യണം. അല്ലെങ്കിലും ഈ പറയുന്ന ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകും. അകത്ത് അയൺ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ മെഷീനൊക്കെ പോവും. അപ്പം അതും ശ്രദ്ധിക്കുക. അയൺ കണ്ടന്റ് വളരെ റെയറായിട്ട് നോർമലായിട്ടൊക്കെ വന്നാൽ ഈ പറയുന്നതോട്ട് പാട പോലെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി ഇങ്ങനെ ഗ്ലാസ് പോലെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും. അത് ശരിക്കും മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല, നിങ്ങളുടെ വെള്ളത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ വെള്ളം പ്യുവർ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഒത്തിരി സമയമായിട്ടുണ്ട്, ഒത്തിരി ടൈം കൂടിയിട്ടുണ്ട്. ഞാൻ ടൈം കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാരണം ടൈം ഇങ്ങനെ എപ്പോഴും കൂടുന്നത്. അപ്പം എന്തെങ്കിലും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യം പ്രത്യേകിച്ച് പറയാം. നമ്മുടെ ഇവിടെ 5 ഇയർ ഫുൾ വാറണ്ടി ആയിരിക്കും നമ്മൾ ഇതിന് കൊടുക്കുന്നത്, ഡിഷ് വാഷറിന് കൊടുക്കുന്നത്. പുറത്തൊക്കെ ആണെങ്കിൽ 2 ഇയർ വരെ മാക്സിമം ഫുൾ വാറണ്ടി കിട്ടാറുള്ളൂ. പിന്നെ ചില മോഡലുകളിൽ 10 വർഷം മോട്ടോർ വാറണ്ടി കിട്ടാറുണ്ട്. ചില മോഡലുകളിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ടീഷൻ സപ്ലൈ ആണ്. പുറത്തുനിന്ന് എടുക്കുമ്പം അറിയാമല്ലോ, നമ്മളിവിടെ ചിമ്മിനി ഹോബും നിങ്ങൾ എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, അതൊക്കെ തന്നെയാണ് പുറത്തുനിന്ന് എടുക്കുമ്പം എല്ലാ അപ്ലയൻസസിനും ഉള്ളത്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ ഡിഷ് വാഷിനെല്ലാം 5 വർഷം ഫുൾ വാറണ്ടിയാണ്. പിന്നെ എന്നാ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ല മോഡലാട്ടോ. മോഡൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. DW സെൻട്ര എന്ന് പറയുന്നൊരു മോഡലാണ്. ഒരു വലിയ വിലയൊന്നും വരുന്നില്ല, 50,000-നകത്ത് വില വരുന്നുള്ളൂ. അപ്പം 50,000 ഞാൻ പറഞ്ഞല്ലോ, ഒരു 35 രൂപയ്ക്ക് മേളിലോട്ടുള്ള മെഷീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്നും കൂടെ അകം തുറന്ന് കാണിക്കാം. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, മോഡലിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.